തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം USA ആണ്. അതിന് പല വീഡിയോസ് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു മെയിനായിട്ട് ഒരു 5 റീസൺ ഞാൻ പുതിയതായിട്ട് പറയാം എന്തുകൊണ്ടാണ് USA ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അവിടെ ട്രംപ് പ്രസിഡൻ്റായിട്ട് വന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളെ അദ്ദേഹം ഡീപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ ആളുകളെ അവിടുത്തെ സിസ്റ്റം കുറേ കൂടി ഗവൺമെൻറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആക്ച്വലി കിട്ടാൻ സാധ്യതയുള്ളത് ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിന് തന്നെയാണ്. കാരണം ഇവരവിടെ ലീഗലി പഠിച്ച് പാസ്സാവുന്ന ആളുകളായതുകൊണ്ടും അവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടും അവിടുത്തെ വരുന്ന ജോബ് വേക്കൻസിയിലേക്ക് പണ്ട് UK-യിൽ ഈസ്റ്റേൺ യൂറോപ്യൻസ് അവിടെ പോയപ്പോൾ വലിയൊരു ജോബ് മാർക്കറ്റ് അവിടെ ഉണ്ടായതുപോലെ ഒരു സിറ്റുവേഷൻ US-ൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് അവിടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, വളരെ കുറഞ്ഞ ലോ IELTS സ്കോർ അല്ലെങ്കിൽ ടോഫലിൻ്റെ സ്കോറോ വെച്ച് ഈവൻ MOA വെച്ച് തന്നെ പല യൂണിവേഴ്സിറ്റീസും നമുക്ക് US-ൽ അപ്ലൈ ചെയ്യാൻ പറ്റും. US-ൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ലോ IELTS സ്കോറും വെച്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി റീസൺ നമ്പർ 3, ഏറ്റവും ലോ മാർക്ക് ഈവൻ 50% വരെ മാർക്കുള്ള സ്റ്റുഡൻസിനെ ആണെങ്കിൽ പോലും US യൂണിവേഴ്സിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. 50 to 55% മാർക്ക് പല US യൂണിവേഴ്സിറ്റീസും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പല കൺട്രീസും ഇപ്പോൾ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള പല രാജ്യങ്ങളിൽ 55% ആൻഡ് എബവ് ഉള്ള സ്റ്റുഡൻസിനെ മാത്രം മതി എന്ന് പറയുമ്പോൾ US-ൽ മെയിൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പലപ്പോഴും വളരെ ലോ മാർക്കുള്ള സ്റ്റുഡൻസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഒരു പോയിന്റ്, US-ൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് US പബ്ലിക് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും വളരെ നല്ല എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് മേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ള പല കൺട്രീസും ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ വരാവുന്ന സ്കോളർഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ USA എന്ന് പറഞ്ഞൊരു രാജ്യം അവിടേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് 50% വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും മേക്ക് യൂട്ടിലൈസ് ചെയ്യണം. കാരണം അത്രയും വലിയ വേൾഡിൽ അത്രയും ഹൈ റാങ്കിങ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും നല്ല സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ അത് മേക്ക് യൂസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ എന്നെനിക്ക് തോന്നുന്നു. അഞ്ചാമത്തെ റീസൺ, മോസ്റ്റ് ഓഫ് ഓൾ ദ യൂണിവേഴ്സിറ്റീസ് STEM കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ഓൾ ദ യൂണിവേഴ്സിറ്റീസ് അവർ 100% പ്ലേസ്മെൻറ്റ് സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. STEM കോഴ്സ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് 100% യൂണിവേഴ്സിറ്റീസ് കൊടുക്കാറുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, STEM കോഴ്സസ് ഈവൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് US-ൻ്റെ മറ്റൊരു പ്രത്യേകത. US-ൽ സാധാരണ മറ്റുള്ള കൺട്രീസിൽ US-നെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള പല കൺട്രീസിലും പ്യുവർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസിന് മാത്രമാണ് STEM കോഴ്സസ് വരുന്നത് എന്നുണ്ടെങ്കിൽ US-ൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലും STEM കോഴ്സസ് അവൈലബിൾ ആണ് വിത്ത് പ്ലേസ്മെൻറ്റ്. അപ്പം ഇതാണ് മെയിൻ 5 റീസൺ. ഇനി ഇതിന് പുറമെ ഞാനൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മറ്റൊരു കാരണം US-ൽ പഠിക്കണതിന് ഞാൻ പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ UK പോലുള്ള കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ആ കൺട്രികളെല്ലാം കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഉള്ള കമ്പനീസിൻ്റെ ഹബ്ബാണ് USA. എൻ്റർപ്രണേഴ്സിൻ്റെ ഏറ്റവും വലിയ ഹബ്ബാണ് USA. നിങ്ങൾക്ക് USA-ൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രിയോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഫോഴ്സ് ആയുള്ള പല കമ്പനികളിലും ഇപ്പം ഞാൻ എടുത്തു പറയുന്നില്ലോ, ടെസ്ല, കോള, പെപ്സി തുടങ്ങിയുള്ള നിങ്ങൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും ഒരു മെയിൻ ഹബ്ബാണ് USA. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കമ്പനികളിലേക്ക് പോകാനും അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ഒരു ജോലി കിട്ടാനോ നല്ലൊരു പോസ്റ്റിലോട്ട് പോകാനോ ഉള്ളൊരു ഓപ്ഷൻ USA-ൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് USA ഓപ്റ്റ് ചെയ്യാനുള്ള പ്രധാന 5 റീസൺസ് ഞാൻ പറയുന്നത്. ഇനി അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഓപ്പണിങ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്ക് തരാം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു പ്രോത്സാഹനമായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.